നിങ്ങൾ ഒരുപാട് പേര് ജെറുസലേമിൽ പോയിട്ടുണ്ടാകും. ഞാനും പോയിട്ടുണ്ട്, പല പ്രാവശ്യം പോയിട്ടുണ്ട്, പ്രാർത്ഥിക്കാൻ വേണ്ടി തന്നെ പോയിട്ടുണ്ട്. ഇപ്പം ജെറുസലേമിൽ പോകുമ്പോൾ, ഇസ്രായേലിൽ പോകുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. വലിയ ഗാഗുൽത്താമലയുണ്ട്, അല്ലെങ്കിൽ ഗെത്സമൻ തോട്ടമുണ്ട്, അല്ലെങ്കിൽ നസ്രത്തിലെ ദേവാലയം വളരെ മനോഹരമാണ്. അങ്ങനെ ഒരു താബോർ മലയുണ്ട്, ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അപ്പം അതെല്ലാം നല്ല ഭയങ്കര സ്ഥലം. അവിടെയൊക്കെ ചെല്ലുമ്പോൾ ദൈവാനുഗ്രഹോട് എനിക്ക് അവിടെ എല്ലാം വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പറ്റുന്നുണ്ട്. ഗാഗുൽത്താമലയിൽ കുർബാന അർപ്പിച്ചിട്ടുണ്ട്, ഗെത്സമൻ തോട്ടത്തിൽ കുർബാന അർപ്പിച്ചിട്ടുണ്ട്. എല്ലായിടത്തും ദൈവത്തിന് എനിക്കൂടെ എല്ലായിടത്തെല്ലാം കർത്താവിനെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ആ യാത്രയിൽ ഞാൻ നിന്നുപോയത് ഒരു സ്ഥലത്ത് വെച്ച് മാത്രമാണ് ഞാൻ നിന്നുപോയത്. നമ്മുടെ യാത്ര ചില സമയം നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റാതെ നിന്നുപോയ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് വരാൻ പോകുന്നത്. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഒരൊറ്റ സ്ഥലത്ത് അവിടെ മാത്രം ഞാൻ സ്റ്റോപ്പായി പോയി. ബാക്കി കാര്യം എല്ലാം വലിയ അനുഭവം, എനിക്ക് വലിയ അനുഗ്രഹമായിരുന്നു. ഉപവാസവും പ്രാർത്ഥനയൊക്കെ എടുത്തുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു, വളരെ രസകരമായിരുന്നു. പക്ഷേ നിന്നുപോയൊരു ആ സ്ഥലത്തെക്കുറിച്ച് പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കും. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ജെറുസലേമിൽ പോയിട്ടുള്ളവർക്കറിയാം വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊന്ന് അതായത് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട 2 മലകളുണ്ട്. ഒന്ന് സിയോൻ മല. ആ സിയോൻ മലയുടെ ഭാഗങ്ങളാണ് ഈ ഗാഗുൽത്താമല കിടപ്പുണ്ട്, സിയോൻ മാളികമുറി കിടപ്പുണ്ട്, അന്നാസിൻ്റെയും കയ്യപ്പാസിൻ്റെയും ഒക്കെ വീടുകൾ വരുന്നത്. അതൊരു മലയിൽ പ്രദേശത്തുള്ള. അതിൻ്റെ ഓപ്പോസിറ്റ് മലയാണ് അത് ഒലിവ് മലയെന്ന് പറയും. ഈ 2 മലയുടെയും കൂടെ താഴെക്കൂടെ ചെറുത്തോട്, അതാണ് കെദ്രോൻ തോടെന്ന് പറയുന്ന തോടതാണ്. അപ്പോൾ ഒലിവ് മലയുടെ ഒലിവമലയുടെ ഒരു ഭാഗം മുഴുവൻ തന്നെയും അത് നമ്മൾ കണ്ടുമുട്ടുന്ന ഗെത്സമൻ തോട്ടമാണ്. അതിന് മറുഭാഗം മുഴുവനും യഹൂദരുടെ ആയിരക്കണക്കിന് കല്ലറകളാണ്. ഈ ഒലിവമലയുടെ ഏറ്റവും മുകളിലാണ് ബഥാനി എന്ന് ശിശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു എന്ന് പറയുന്ന സ്ഥലം അവിടേക്ക്. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ അതിൻ്റെ ഇടവഴി ഒരു വഴിയുണ്ട്. ആ വഴിയാണ് ബെത്ഫഗ എന്ന റോഡ്. ആ ബെത്ഫഗ എന്ന റോഡ് ഇങ്ങനെ. അപ്പോൾ ഈ ഒലിവുമലയുടെ ഒരു കാര്യം പറ്റും, സിയോൻ മലയുടെ ചങ്കായ സ്ഥലം ഒരു സംഭവമുണ്ട്, ജെറുസലേം ദേവാലയം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. സിയോൻ മല തുടങ്ങുന്നത് തന്നെ ജെറുസലേം ദേവാലയത്തോട് ചേർന്നെങ്കിൽ തുടങ്ങുന്ന സംഭവമാണ് ജെറുസലേം. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ടാണ് ഈ പറയുന്ന ഗാഗുൽത്താമല. അപ്പോൾ പഴയ ജെറുസലേം ദേവാലയം ഇപ്പോൾ അതില്ല, അതിൻ്റെ അവശിഷ്ടം മാത്രമേ ഉള്ളൂ. സ്ഥലം കൊടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. ഇത് ശ്രദ്ധിച്ചേക്കുക. അപ്പോൾ സിയോൻ മല, അതിലാണ് ഗാഗുൽത്താമല, സിയോൻ മാളികമുറി, അന്നാസിൻ്റെ കയ്യാപ്പാസിൻ്റെ അരമനയൊക്കെ ആ മലയിൽ വരും. അതിൻ്റെ ഏറ്റവും ശങ്കായ സ്ഥലമാണ് ഇസ്രായേൽ ജനത്തിൻ്റെ ഹൃദയമായ ജെറുസലേം ദേവാലയം. അപ്പം അതിന് നേരെ ഓപ്പോസിറ്റാണ് ഒലിവുമല. ഒലിവുമലയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഗെത്സമൻ തോട്ടം. അതിന് മുകളിൽ ഈ ഒലിവുമലയുടെ ഏറ്റവും മുകളിലാണ് സ്വർഗാരോഹണം ചെയ്തത് സ്ഥലം. അതിനൊരു ഭാഗമാണ് ഈ പറയുന്ന ഈ യഹൂദരുടെ കല്ലറകളെല്ലാം നിൽക്കുന്നു. അവർ അങ്ങനെ സംഭവം. അപ്പോൾ ഇതിന് നടുവിലൂടെയാണ് താഴെക്കോട് ചെറിയൊരു തോട്, അതാണ് കെദ്രോൻ തോട് എന്ന് പറയുന്ന സംഭവം. ശ്രമത്തിൽ പറയും ഹല്ലേലൂയ, ശ്രമത്തിൽ പറയും ഹല്ലേലൂയ. ഈ സ്ഥലങ്ങളിൽ ഞാൻ നിന്നുപോയ സ്ഥലം ഈ ഗെത്സമൻ തോട്ടത്തിൻ്റെ അവിടെ ചർച്ച് ഓഫ് നേഷൻസ് വലിയൊരു ദേവാലയമുണ്ട്. ആ ദേവാലയത്തിന് അവിടെ നിന്ന് ഒരു 200 മീറ്റർ അല്ലെങ്കിൽ 300 മീറ്റർ മുകളിലായിട്ട് ഒരു ദേവാലയമുണ്ട്, ചെറിയൊരു ദേവാലയം. ആ ദേവാലയത്തിൻ്റെ പേരാണ് ഈശോ കരഞ്ഞു എന്ന് പറയുന്ന ഒരു ദേവാലയം. ജെറുസലേം ദേവാലയത്തെ നോക്കി ഈശോ കരഞ്ഞു എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തൊരു ചെറിയൊരു ദേവാലയമുണ്ട്. ബെത്ഫഗ റോഡിലൂടെ നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ നമ്മൾ ഈ സ്ഥലത്ത് വന്നിട്ടാണ് വീണ്ടും താഴോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഈ സ്ഥലത്ത് വരുന്നിട്ട് ഞാൻ അവിടെ നിന്നുപോയി, ഒരു കുറേ നേരം നിന്നുപോയി. കാരണം അവിടുന്ന് അപ്പോൾ എന്നെ കൊണ്ടുപോയ ഒരു ആർക്കിയോളജിസ്റ്റായ വ്യക്തി എന്ന് പറയുമായിരുന്നു, ഇവിടെ നിന്നാണ് ഈശോ അക്കരമലയിലുള്ള ജെറുസലേം ദേവാലയത്തെ നോക്കി ഈശോ വാവിട്ട് കരഞ്ഞത് എന്ന് എന്നോടിങ്ങനെ പറഞ്ഞു തന്നു. ഇവിടുത്തെ പ്രാർത്ഥിച്ചളവ്. അപ്പോൾ എൻ്റെ ഗ്രൂപ്പിൽ ഞാൻ വിട്ടുപോയി. ഗ്രൂപ്പിൻ്റെ കൂടെ അവിടെ പോകണ്ട, ഞാൻ ഗ്രൂപ്പ് മുന്നോട്ട് പോയി. ഞാൻ നിന്നുപോയി. ബാക്കി എല്ലാ സ്ഥലത്തും ശരിയാണ്, എല്ലാ അനുഭവമുള്ള സ്ഥലം. പക്ഷേ ഈ ഒരു സ്ഥലത്ത് നിന്നുപോയത് എൻ്റെ മനസ്സുകൂടെ തിരപോലെ കുറേ സംഭവങ്ങൾ പരിശുദ്ധാത്മാവ് ആ സമയത്ത് കാണിച്ചു തന്നു. സ്ഥലപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. തലയുയരുന്ന പോലെ. അതായത് എന്താണ് സംഭവത്തിൻ്റെ ഈശോ അറിഞ്ഞ സംഭവം എന്താണ്? അതായത് ഓശാന ഞായറാഴ്ച ദിവസം ഈശോ ഈ ബെത്ഫഗ റോഡിൻ്റെ ഒരു ഭാഗത്ത് വെച്ചാണ് ശിഷ്യന്മാരോട് പറയുന്നത് ഒരു കഴുതക്കുട്ടിയെ കൊണ്ടുവരാൻ പറഞ്ഞു. കഴുതക്കുട്ടിയെ കൊണ്ടുവന്നപ്പോൾ അവർ വെള്ളവസ്ത്രമെടുത്ത് ഇതിൻ്റെ മുകളിൽ ഇട്ടു.
ഈശോ അതിൻ്റെ മേൽ കയറിയിരുന്നു. ആളുകളെല്ലാം കൂടെ കൈകളിൽ കുരുത്തോലകളും പിടിച്ചുകൊണ്ട് ഈശോയെ ഓശാന ഓശാന എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷക രക്ഷിക്കണേ, ഓശാന ഓശാന പറഞ്ഞുകൊണ്ട് ഒരു ആർത്തരമ്പയ്ക്കൊണ്ട് സ്തുതിച്ചുകൊണ്ട് ഇവർ ഈശോയെ കഴുതപ്പുറത്തിങ്ങനെ താഴോട്ട് കൊണ്ടുവന്നിട്ട് ആ ഇറങ്ങി വന്നിട്ട് ഈ കെദ്രോൻ തോട് കടന്ന് നേരെ ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുക. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ ഈശോ ജെറുസലേം ദേവാലയത്തിലോട്ട് വരുമ്പോൾ മനോഹരമായ ദേവാലയത്തിലേക്ക് വരുമ്പോഴേക്കും ജനം ആർത്തിരമ്പുവാണ്. ആയിരക്കണക്കിന് ദൈവജനം എല്ലാം യേശുവിനെ ആരാധിക്കുന്നു, ഏറ്റുപറയുന്നു, ദൈവപുത്രനാണ് ഏറ്റുപറയുന്നു. ഇതെല്ലാം കേൾക്കും ഫരിസേയർക്കും യഹൂദ പ്രമാണികൾക്കും അന്നത്തെ പുരോഹിതർക്കെല്ലാം ശക്തമായ വലിയ വെറുപ്പും വിദ്വേഷവും ഉണ്ടാകുന്നു. അതുകൊണ്ട് അപ്പോൾ ഈശോ ദേവാലയത്തിനുള്ളിൽ കയറിയിട്ട് ചാട്ടവാറ് കൊണ്ട് ദേവാലയം മുഴുവനും അടിച്ച് ശുദ്ധീകരിക്കുന്നൊരു സംഭവമുണ്ട്. ഒരു നാണയമാറ്റക്കാട് മേശകൾ മറിച്ചിടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവിടെ നടക്കുക. എല്ലാം കൂടെ ശുദ്ധീകരിച്ചിട്ട് പറയും ഈ ആലയം പ്രാർത്ഥനാലയം എന്നറിയപ്പെടും, നിങ്ങൾ കച്ചവടക്കാരുടെ ഗുഹയാക്കി ഇതിനെ മാറ്റിയിരിക്കുന്നു പറഞ്ഞുകൊണ്ട് ഈശോ ശരിക്കും ഈശോ കോപിക്കുന്ന കാണാൻ പറ്റും, അസ്വസ്ഥനാകുന്ന കാണാൻ പറ്റും. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉടനെ അവിടെ ഉണ്ടാകുന്ന യഹൂദ പ്രമാണികൾ പരിസേര് പറയുന്നുണ്ട്, ഇവനെ എത്രയും പെട്ടെന്ന് കൊല്ലണം, ഇവനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്ന്. ശരിക്കും അവർ ഈശോയെ ദേവാലയത്തിൽ പുറത്താക്കുകയാണ്. ദേവാലയത്തിലേക്ക് ഈശോ ചെല്ലുമ്പോൾ ഈശോയെ അവരവിടുന്ന് പുറത്താക്കി, ചവിട്ടി പുറത്താക്കുന്നു. ശരിക്കും ഈശോയെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ ഈശോ ഈശോയ്ക്ക് അവർ തിരസ്കരിച്ചു, അവർ സ്വീകരിച്ചില്ല. അപ്പോൾ അവിടുന്ന് ഇറങ്ങുമ്പോൾ ഈശോ പെട്ടെന്ന് ദേവാലയം ചുറ്റി ഇറങ്ങി പോവുകയും വന്ന വഴി തന്നെ തിരിച്ചു പോരുന്ന സംഭവം. അപ്പം അങ്ങ് പോരുമ്പോഴാണ് ശിഷ്യന്മാരെ ഈശോയോട് പറയുന്നത്, ഈശോയെ ഈ ദേവാലയം നോക്ക്, ഇതിൻ്റെ കല്ലുകൾ നോക്ക്, എത്ര മനോഹരമായ കല്ലുകളാലാണിത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നോക്ക്. അപ്പോൾ ഈശോ പെട്ടെന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ കണ്ടല്ലോ മനോഹരമായ ഇത്, കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത കാലം വരുന്നു. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ. കല്ലിമേ കല്ല് ശേഷിക്കാത്ത കാലം വരുന്നു എന്ന് പറഞ്ഞിട്ട് ഈശോ ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് ദേവാലയത്തിൻ്റെ മതിലുകൾക്ക് പുറത്തിറങ്ങി ഈശോ നേരെ ഈ ഒലിവുമലയിലേക്ക് പ്രാർത്ഥിക്കാൻ പോവുക. ഒലിവുമല ശരിക്കും അങ്ങോട്ട് പോകുമ്പോൾ അവിടെ വെച്ചാണ് ഈ ഗെത്സമൻ തോട്ടത്തിൻ്റെ മുകൾ വശത്ത് പറയുന്ന ഈ ഒരു സ്ഥലത്തേക്ക് ഞാൻ ഈ പറഞ്ഞ ഈശോ കരഞ്ഞ സ്ഥലത്തേക്ക് ഈശോ കയറി. അവിടെ ആരുമില്ലായിരിക്കും അവർ പറയുന്നത്. ചരിത്രം അവരെങ്ങനെയാണ് അതിൻ്റെ ഹിസ്റ്ററി പഠിപ്പിക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് ഈശോ അക്കരമലയിലേക്ക് നോക്കുക, ദേവാലയത്തിലേക്ക് നോക്കുക. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ. ആ ദേവാലയം എന്ന് പറയുമ്പോൾ അത് ഞാനാണ്, നീയാണ്, നമ്മൾ ഓരോരുത്തരുമാണ് ദേവാലയം, നമ്മൾ ഓരോരുത്തരുമാണ്. എന്നിട്ട് ഈശോ അവിടെ നോക്കിയിട്ട് ഈശോ കരയുക, ജെറുസലേം പ്രവാചകന്മാരെ കൊല്ലുന്നവള്, ഇതിന്റെ അടുക്കലേക്ക് അയക്കപ്പെട്ടവരെ കല്ലെറിയുന്നവള്, പിടക്കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ സൂക്ഷിക്കുന്ന പോലെ ഇതിനെ സൂക്ഷിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു, പക്ഷേ നീ സമ്മതിച്ചില്ല. അതായത് ഞാൻ നിന്റെ ഉള്ളിൽ ഇരിക്കാൻ നീ ആഗ്രഹിക്കുന്നില്ല. സനമോടത്തെ പറഞ്ഞ ഹല്ലേലൂയ ഹല്ലേലൂയ. ശരിക്കും വാവിട്ട് കരഞ്ഞു, ഈശോ കരഞ്ഞു. സനമോടത്തെ പറഞ്ഞ ഹല്ലേലൂയ. ഈശോ വാവിട്ട് കരയുക. ജെറുസലേം ദേവാലയത്തെ നോക്കി ഒരിക്കലും ഒരു ദേവാലയമല്ല നോക്കുന്നത് ഓരോ വ്യക്തിയാണ്. ഈശോ നോക്കുന്നത് ദേവാലയം, ഈശോ നോക്കുന്ന വ്യക്തി. ആരെല്ലാം എന്നെ സ്വീകരിക്കുന്നുണ്ടോ, എൻ്റെ വചനം ആരെല്ലാം തങ്ങളുടെ ഹൃദയത്തിൽ ഈശോയെ കയറ്റിയിരുത്തുന്നുണ്ടോ. പ്രിയപ്പെട്ട മക്കളെ, ഈശോ നമ്മുടെ അടുക്കലേക്ക് ഓരോ നിമിഷം വരുമ്പോൾ അവൻ്റെ വചനം അവനെ ആരെല്ലാം സ്വീകരിക്കുന്നുണ്ടോ, ആരെല്ലാം പുറത്താക്കുന്നുണ്ടോ. ഇനി അച്ഛൻ പറഞ്ഞ് ശ്രദ്ധിക്കണം, ഇസ്രായേൽ ജനത്തിൻ്റെ തകർച്ച ആരംഭിക്കുന്നത് ദേവാലയത്തിൽ നിന്ന് യേശുവിനെ അവരെ പുറത്താക്കിയ നിമിഷം മുതലാണ്. എന്തുകൊണ്ടാണ് അവരെ പുറത്താക്കുക? ഒന്ന്, അവരുടെ അധികാരം നഷ്ടപ്പെടും. അവരുടെ പണം നഷ്ടപ്പെടും. അവരുടെ ആധിപത്യം നഷ്ടം. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, ഇവിടെയാണ് നമ്മൾ 1 കൊറിന്തോസിൻ്റെ 6-ാം അധ്യായം 16, 17, 18 വചനം, 1 കൊറിന്തോസ് 3-ന്റെ 15, 16 മുതലുള്ള വചനങ്ങൾ ഒക്കെ വായിച്ചിട്ട് കാണും. നിങ്ങളുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്ന് വചനം പഠിപ്പിക്കാറുണ്ട്. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ. ഈശോ അവരുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ അവരെ തള്ളിക്കളയുക, ഉപേക്ഷിക്കുക, മാനസാന്തരം. കാരണം നീ പോരെ, പക്ഷെ നീ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല, നീ മാറി നിൽക്കണം. ഈശോ ഒരു മാറ്റി നിർത്തുന്ന സംഭവമാണ്. സ്ഥിരപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ ഹല്ലേലൂയ.
പ്രിയപ്പെട്ട അന്ന് മുതൽ ഇസ്രായേൽ ജനത്തിൻ്റെ തകർച്ച. അവരുടെ തീരുമാനം ഈശോയെ പുറത്താക്കി. അവൻ്റെ വചനം കേൾക്കണ്ട, ഈശോയും വേണ്ട, അത് വേണ്ട, അവൻ രക്ഷകനല്ല, ദൈവമല്ല, അവൻ കർത്താവല്ല, സാധാരണ ഒരു യഹൂദനാണ് അവൻ. അവൻ്റെ അപ്പൻ ആരാണെന്നറിയാം, അമ്മ ആരാണ്, യൗസേപ്പല്ലേ, തച്ചൻ്റെ മകനല്ലേ. ഇതാണ് ഭയങ്കര വിമർശനങ്ങൾ. യേശു ക്രിസ്തുവിനെതിരെ ശക്തമായിട്ട് കൊടുമ്പിരി കൊള്ളുകയാണ് ഇസ്രായേൽ ദേശം. ജെറുസലേം മുഴുവൻ ഇറങ്ങുകയാണ്. അപ്പോൾ ഈശോ അക്കരെ നോക്കി കരയുക, ഈശോ വാവിട്ട് കരയുന്ന സംഭവം. സ്ഥലപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. ആ കണ്ണുനീരുണ്ടല്ലോ, ഭയങ്കരമായ പരിണിത ഫലങ്ങൾ ഇസ്രായേൽ ജനത്തിനുണ്ടാകുക. ചരിത്രം പഠിക്കുമ്പോൾ ഈശോ മിശിഹായുടെ കുരിശും മരണം ഉത്ഥാനം നടന്നത് ചരിത്രകാരന്മാർ പറയുന്നു, ഭൂരിപക്ഷം ആളുകൾ പറയുന്നത് AD 29 ചിലർ പറയും 28, ഭൂരിപക്ഷം പറയുന്നത് AD 29 ഈശോ മിശിഹായുടെ കുരിശുമരണം ഉത്ഥാനം എല്ലാം നടക്കുന്നത്. സ്ഥലപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. അതിനുശേഷം 40 വർഷം കഴിയുമ്പോൾ AD 70 കഴിയുമ്പോഴേക്കും ടൈറ്റസ് എന്ന് പറയുന്ന റോമൻ ചക്രവർത്തി വലിയൊരു സൈന്യവുമായിട്ട് വന്ന് ഇസ്രായേലിനെ വളയുന്നുണ്ട്. ഇസ്രായേൽ ദേശം വളയുന്നുണ്ട്, ഉപരോധം ഏർപ്പെടുത്തുന്നുണ്ട്. ഇസ്രായേൽ ദേശം മുഴുവൻ ഉപരോധം ഏർപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഉപരോധം വെച്ച് കഴിഞ്ഞാൽ വാണിജ്യമെല്ലാം ഒരു ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, കയറ്റുമതി ഇറക്കുമതി എല്ലാം കളയുന്നുണ്ട്. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇസ്രായേൽക്കാർക്ക് പുറത്ത് കോട്ടയ്ക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റില്ല. ഇസ്രായേൽക്കാരുടെ സ്വന്തമായ യഹൂദരുടെ സ്വന്തമായ സ്ഥലമാണ് ഈ പറയുന്ന സ്ഥലം. അപ്പോൾ ഈ ചുറ്റുമൊന്ന് ശത്രുക്കൾ വന്ന് അങ്ങ് കൂടിയിട്ട് ഇവരെ കീഴ്പ്പെടുത്താൻ വേണ്ടി. എന്നിട്ട് 3 വർഷത്തോളം ഈ റോമൻ സൈന്യം വന്നിട്ട്, ടൈറ്റസ് എന്ന ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ വന്നിട്ട് ഈ ഇസ്രായേൽ ദേശം മുഴുവനും വളഞ്ഞിരുന്ന് അനങ്ങാൻ പറ്റുന്നില്ല. പിന്നെ തകർച്ചയെ മുഴുവൻ പ്രശ്നം. അപ്പോൾ ഈ പട്ടിണി വരിക, ഭയങ്കരമായ പട്ടിണി വരിക, ദാരിദ്ര്യം വരിക, തകർച്ചകൾ വരിക. ചരിത്രകാരന്മാർ പറയുന്നൊരു കാര്യമുണ്ട്. ചരിത്രകാരന്മാർ പറയുന്നു വലിയൊരു കാര്യം വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ആ നാളിൽ കുറേ ദുരന്തങ്ങൾ ഇസ്രായേൽ ജനത്തിനിടയിൽ നടക്കുന്നു. അതിലത് പട്ടിണി വന്ന് മൂത്ത് കഴിഞ്ഞപ്പോൾ ഈ അമ്മമാർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്ന് ഭക്ഷിച്ചതായിട്ട് ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിലൊരു ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്, അത് ഇങ്ങനെയാണ് ചരിത്രകാരന്മാർ പറഞ്ഞത്, യഹൂദരുടെ ചരിത്രത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. 2 അമ്മമാർ, ആ 2 പേർക്കും കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് പട്ടിണി കൊണ്ട് മടുത്ത് കഴിയുമ്പോൾ, വിശപ്പ് കൊണ്ട് സഹിക്കാൻ വന്നപ്പോൾ 2 അമ്മമാർ കൂടി പറഞ്ഞു, നിൻ്റെ കുഞ്ഞിനെ ഒരു കുഞ്ഞിനെ നമുക്കിന്ന് കൊന്നിട്ട് നമുക്കിന്ന് ഭക്ഷിക്കാം, എന്നിട്ട് അടുത്ത ആഴ്ച നമുക്ക് അടുത്ത കുഞ്ഞിനെ കൊല്ലാമെന്ന് പറയും. അങ്ങനെ ഒരമ്മ ചെന്നിട്ട് ഒരു കുഞ്ഞിനെ കൊന്നിട്ട് അവർ രണ്ടമ്മമാരും കൂടെ ഭക്ഷണം ഇതിങ്ങനെ വേവിച്ച് കഴിക്കും. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അപ്പോൾ എന്ത് ചെയ്തു, ഒരമ്മയുടെ കുഞ്ഞ് ജീവനോടിരിപ്പുണ്ടല്ലോ, മറ്റേ കുഞ്ഞ് മരിച്ചു. ആ അമ്മ എന്ത് ചെയ്തു, ആ കുഞ്ഞോട്ട് ഒളിച്ചോടി. മറ്റേ അമ്മ സ്വന്തം കുഞ്ഞിനെ വേവിച്ച് കഴിച്ചു, അവൾക്കും മറ്റേ അമ്മയ്ക്കും കൊടുത്തതാണ്. പിന്നെ ആ കുഞ്ഞിന് വേണ്ടി ചെന്നപ്പോഴത്തേക്കും അവളെ കാണാനില്ല, കുഞ്ഞിനെയും കാണാനില്ലപ്പോൾ പരാതിയുമായിട്ട് ന്യായാധിപൻ്റെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട്, ഇതുപോലൊരു സംഭവം ഉണ്ടായിരുന്ന ചരിത്രത്തിൽ അതേപടി എഴുതി വെച്ചിട്ടുണ്ട്. രണ്ടാമത് പറയുന്നത് 10 കുടുംബങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു, 10 കുടുംബങ്ങളോ ഒരുമിച്ച് കൂടിയിട്ട് പറയുന്നുണ്ട്, ശത്രുക്കളുടെ കരങ്ങളാൽ കൊല്ലപ്പെടുന്നത് നമുക്ക് നാണക്കേടാണ്, മാനക്കേടാണ്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പരസ്പരം നമുക്ക് കൊല്ലാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 10 കുടുംബനാഥന്മാർ അവരവരുടെ വീട്ടിലുള്ളവരെ അവർ തന്നെ കൊല്ലുകയാണ്. എന്നിട്ട് അവസാനം ഒരാൾ അവശേഷിക്കുന്നുണ്ട്, ഇവർ പരസ്പരം കൊല്ലുന്നുണ്ട്. അവസാനം ഒരാൾ അവശേഷിക്കുന്ന ആൾ വാള് നിലത്തിങ്ങനെ കുത്തിവെച്ചിട്ട് അതിൽ വീണ് മരിച്ചതായിട്ട് ചരിത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. സർവ്വപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിന് ഇതുപോലെ അടി കിട്ടാൻ കാരണം ഒറ്റ കാരണമുള്ളൂ, യേശു ക്രിസ്തുവിനെ അവർ ദൈവമല്ല കർത്താവല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പരിഹസിക്കുകയും യേശുവിനെ അവരുടെ ജീവിതത്തിൽ നിന്ന് പുറന്തള്ളുകയും ദേവാലയത്തിലേക്ക് വന്ന യേശുവിനെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത അന്നു മുതൽ അവരുടെ അധപ്പതനം, അവരുടെ നാശം, അവരുടെ തകർച്ച ആരംഭിച്ചു എന്നാണ് ചരിത്ര സത്യം. സ്വരമൂർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും പറയുന്നത്, അങ്ങനെ ഇസ്രായേൽ ജനത്തിൻ്റെ ശക്തി മുഴുവൻ ക്ഷയിച്ചു. ശത്രു സൈന്യം ഇങ്ങനെ പീഡിപ്പിക്കുന്നു, ശക്തി ക്ഷയിച്ചു, ദാരിദ്ര്യം വന്നു, പട്ടിണി വന്നു, ഇസ്രായേൽ അവർ ശക്തി നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഈ റോമൻ സൈന്യം മുഴുവനും കൂടെ ഇസ്രായേലിനുള്ളിലോട്ട് ഉള്ളിലോട്ട് പ്രവേശിച്ചിട്ട് കൂട്ടക്കുരുതിയാണ് പറയുന്നത്. അങ്ങനെ മുഴുവൻ സൈന്യം കൊണ്ട് കയറി യഹൂദരായവരെ കൊന്നൊടുക്കിയെന്ന് പറഞ്ഞു. ഒരു ചരിത്രം പറയുന്നത് 10 ലക്ഷത്തോളം യഹൂദരുണ്ട് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കൊല ചെയ്യപ്പെട്ടെന്നും അവിടെ ജെറുസലേം ചോരപ്പുഴ ശരിക്കും ഒഴുകി എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ.
വീണ്ടും ഒരു സംഭവം കൂടെ പറയുന്നു. എല്ലാം തീർത്ത് കഴിഞ്ഞപ്പോൾ അവർ പറയുന്നുണ്ട്, ഇനി നമുക്ക് ദേവാലയം പൊളിക്കാം. ദേവാലയത്തിനുള്ളിൽ പ്രവേശിച്ചിട്ട് ശത്രു സൈന്യം കയറിയിട്ട് ദേവാലയത്തിൽ നിന്ന് പാത്രങ്ങൾ മോഷ്ടിക്കും. സ്വർണ്ണ പാത്രങ്ങളുണ്ടായിരുന്നു. ചില ബലിപീഠങ്ങൾ അവർ സ്വർണ്ണ നിർമ്മിതം, ചില ബലിപീഠങ്ങളുടെ അരികു പാളികൾ സ്വർണം കൊണ്ടിങ്ങനെ പൊതിഞ്ഞിരുന്നു. നമ്മളിങ്ങനെ പൊതിഞ്ഞ് സ്വർണം കൊണ്ട് പൊതിഞ്ഞു. അപ്പോൾ അതെല്ലാം വലിച്ചു പറിച്ചെടുത്തുകൊണ്ട് ഇങ്ങനെ ശത്രു സൈന്യം മുഴുവൻ ഇങ്ങനെ ദേവാലയം മുഴുവൻ കൊള്ളയടിക്കുന്ന മുഴുവൻ എടുത്തുകൊണ്ട് പോകുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ട് എന്നിട്ട് ആ കൂട്ടത്തിൽ അങ്ങനെ പോകുന്ന ഇടയിൽ ഒരു സംഭവമുണ്ട്. ശ്രമത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ പോകുന്ന വഴിയിൽ ആരോ പറയുന്നുണ്ട്, ഈ ദേവാലയത്തിൻ്റെ കല്ലുകളുടെ ഇടയിൽ സ്വർണ്ണമുണ്ടെന്ന്. ശരിയാണ്. ഇസ്രായേൽ ജനം ജെറുസലേം ദേവാലയം പണിതപ്പോൾ, അത് ഇന്നത്തെ നമുക്ക് റേറ്റിംഗ് ഒന്നും കോടി രൂപ വരുന്ന ദേവാലയമാണെന്ന് പണിതത്. അത്രയും ആ ദേവാലയത്തിൽ ഓരോ കല്ലുകളുടെ ഇടയിൽ സ്വർണം കൊണ്ടുള്ള ചെറിയ ഈ പലക പോലത്തെ സംഭവിച്ച് സ്വർണം കൊണ്ട് തകിടുകൾ വെച്ചിരുന്നു ഓരോ കല്ലുകൾ. അപ്പോൾ ഇത് ആരോ പറഞ്ഞു, ഇതിൻ്റെ ഉള്ളിൽ സ്വർണം വെച്ചിരുന്നു. പറഞ്ഞപ്പോൾ വന്ന് ആളുകൾ ഈ ശത്രു സൈന്യം ഇതിൻ്റെ കല്ലുകൾ ഇളക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ കല്ലും ഇളക്കി. ഇപ്പോൾ ഈ സ്വർണം കിട്ടാൻ പറഞ്ഞപ്പോൾ മുഴുവൻ അങ്ങനെ അതിൻ്റെ അടിത്തറ പോലും ഇളക്കി, ചുവട് മുഴുവനും ഇളക്കി അവർ കൈക്കലാക്കി. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചെല്ലുമ്പോൾ ആകെ കണ്ടുമുട്ടുന്നത് ഇസ്രായേൽ ജനത്തിന് അതിൻ്റെ ഉള്ളിലുള്ള സ്ഥലം എത്രയെന്നറിയാവോ? 1 ഏക്കർ 27 സെൻറ്റ് സ്ഥലമേ ഇന്ന് യഹൂദർക്ക് ആ ദേവാലയത്തിൻ്റെ അടുത്തുള്ളൂ. അതാണ് നിങ്ങൾ ചെല്ലുമ്പോൾ പക്ഷേ കാണുന്ന മൗണിംഗ് വാൾ എന്ന് പറഞ്ഞാൽ കരയുന്ന മതിലെന്ന് പറയുന്നൊരു മതിലുണ്ട്. ആ മതിലേലാണ് ഇന്ന് യഹൂദജനം ഓരോ ദിവസവും പോയിട്ട് തലയിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രാർത്ഥിക്കും, രാജാവായ ദൈവമേ, അങ്ങ് എന്ന രക്ഷകൻ വരണമേ, ഞങ്ങളുടെ ദൈവം വരും, കർത്താവ് എന്ന് വരുന്ന രക്ഷകൻ എന്ന് വരുന്ന ഒരു പ്രാർത്ഥിക്കുന്നത് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ ജനം തകർത്തരിപ്പണം. ഇതിൻ്റെ ഉത്ഭവം തുടങ്ങുന്ന ഒരേ ഒരു സംഭവത്തിലാണ്. എന്ന് അവർ യേശുക്രിസ്തുവിനെ ദേവാലയത്തിൽ നിന്ന് അടിച്ച് പുറത്താക്കി, എന്ന് കർത്താവിൻ്റെ വചനത്തെ തള്ളിക്കളയുന്നു, അന്ന് മുതൽ തകർച്ച. ഞാൻ കാണാറുണ്ട് ഇന്ന് കേരളത്തിലെ വലിയ പല കുടുംബങ്ങളുടെ ചുവട് തീർന്നുകൊണ്ടിരിക്കുകയാണ്. തീരാൻ ഇനി ഒന്നുമില്ല. മിക്കവാറും ഇവരുടെ ഇപ്പോൾ ഉള്ള കാരണവന്മാരുടെ കാലഘട്ടം കഴിയുമ്പോൾ ഇവിടെ മക്കളായിട്ട് ഇത് കൊണ്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കുടുംബങ്ങളിലെ പല മക്കൾക്കും ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു പോയി, പ്രാർത്ഥനയുടെ ചൈതന്യം നഷ്ടപ്പെട്ടു പോയി. ദൈവം എന്ന ആളുണ്ടോ എന്ന് അവർ അപ്പനോട് അമ്മയോട് ചോദിക്കുക. സന്ധ്യാപ്രാർത്ഥനയോട് അവർക്ക് താല്പര്യം നഷ്ടപ്പെട്ടു പോയി. കുമ്പസാര കുർബാനയോട് താല്പര്യം നഷ്ടപ്പെട്ടു പോകുന്നു. അവരെ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നു. ഒറ്റ ചോദ്യം എൻ്റെ മാതാപിതാക്കൾ, ഇതാണ് നിങ്ങളുടെ മക്കളെങ്കിൽ ഈ സമ്പാദിച്ചെല്ലാം ആർക്കു വേണ്ടിയോ? ഈ സമ്പാദിച്ചതിൻ്റെയൊക്കെ പരിണിത ഫലം എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ആര് കൊണ്ടുപോകും? മുഴുവൻ തീരാൻ പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഒന്നേ അച്ഛന് പറയാനുള്ളൂ, ജീവിതത്തിലേക്ക് യേശുക്രിസ്തുവിനെ വിളിച്ചു കൊണ്ടുവരിക, യേശുക്രിസ്തുവിനെ തിരിച്ച് വീട്ടിൽ കയറ്റുക, ജീവിതത്തിലേക്ക് വിളിച്ചു കയറ്റുക. അതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ, എൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വേഗ മാർഗം. അതാ ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം. അവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുക, യേശുവിനെ സ്നേഹിക്കുക, പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. ദൈവഭയം മുന്നിലുണ്ടാകട്ടെ, ഹൃദയത്തിൽ ദൈവഭയം നിറഞ്ഞു നിൽക്കട്ടെ. ത്രിയേക ദൈവം എഴുന്നള്ളിയിരിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം വസിക്കുന്ന തിരുവോസ്തിയാണിത്. നമ്മുടെ കർത്താവ് എഴുന്നള്ളിയിരിക്കുന്നു, ജീവിക്കുന്ന ദൈവം എഴുന്നള്ളിയിരിക്കുന്നു. ആ കർത്താവിനെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് ആരാധിക്കാം. എല്ലാവരും ചേർന്ന് ആരാധിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന്, 12 അപ്പോസ്തലന്മാരോട് ചേർന്ന്, തിരുസഭയോട് ചേർന്ന്, ദൈവമക്കളോട് ചേർന്ന് നമുക്ക് ഈശോയെ വിശ്വസിച്ച് ആരാധിക്കാം. തിരുവോസ്തി ഈശോയിലുണ്ട്. ഈശോയുടെ ശരീരമാണ്, ഈശോയുടെ സാന്നിധ്യമുണ്ട് ഇവിടെ, ഈശോയുടെ സാന്നിധ്യമുണ്ട് ഇവിടെ. വിശ്വസിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. 2 കരം ഉയർത്തി ഈ കൃപയുടെ മക്കളെ നീട്ടിപ്പിടിച്ച് ഈശോയെ എന്ന് വിളിച്ചു വന്ന ആശീർവദിക്കുന്ന ഈശോയെ എന്ന് വിളിക്കട്ടെ.